യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ യാത്രയ്ക്കായി എത്തുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് സ്വയം ഉറപ്പുവരുത്തുക. നഗരസഭയുടെ 3 കെട്ടിടങ്ങൾക്ക് മുകളിലുള്ള റൂഫിംഗ് ഷീറ്റുകൾ ആരുടെയെങ്കിലും ജീവൻ എടുത്തേക്കാം. പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നഗരസഭയുടെ 3 കെട്ടിടങ്ങളുടെ മേൽക്കൂരയിലെ ഷീറ്റുകൾ പലതും ഇളകി നിൽക്കുന്ന അവസ്ഥയിലാണ്. കാറ്റിലും മഴയിലും പല ഷീറ്റുകളും നിലംപൊത്തിക്കൊണ്ടിരിക്കുമ്പോഴും നഗരസഭ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന അവസ്ഥയിലാണ്. 2004 പദ്ധതി പ്രകാരമാണ് നഗരസഭയുടെ എല്ലാ കെട്ടിടങ്ങൾക്കും റൂഫിംഗ് ഷീറ്റുകൾ സ്ഥാപിച്ചത്. 2 പതിറ്റാണ്ടിന് ശേഷവും ഇവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാസങ്ങളായി ഷീറ്റുകൾ പലതും പറന്നുപോയിട്ടും ഇളകിക്കിടക്കുന്നവ ഉറപ്പിക്കുവാനോ അല്ലെങ്കിൽ ഊരി മാറ്റുവാനോ യാതൊരു നടപടിയും എടുക്കാതെയാണ് നഗരസഭ മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ മാസമാണ് തൃശ്ശൂരിൽ കോർപ്പറേഷന് കീഴിലുള്ള കെട്ടിടത്തിൻ്റെ റൂഫ് മൊത്തമായും റോഡിലേക്ക് നിലംപൊത്തിയത്. അതിന് സമാനമായ രീതിയിലാണ് കുന്നംകുളത്തെ 3 കെട്ടിടങ്ങളുടെ റൂഫിംഗ് ഷീറ്റുകൾ നിൽക്കുന്നത്. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യാത്തത് പൊതുജനങ്ങളുടെ ജീവന് വില നൽകുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ആഴ്ചകൾക്ക് മുമ്പ് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലുള്ള ഒരു കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ നഗരസഭ ഉത്തരവ് നൽകിയിരുന്നു. സ്വന്തം കെട്ടിടങ്ങൾക്ക് മുകളിലുള്ള അപകടാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്ന നഗരസഭയുടെ ഈ നിലപാടിൽ പൊതുജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉയരുന്നുണ്ട്. നഗരസഭയിൽ ഇനിയും ഒരു മരണത്തിനെ കാത്തിരിക്കുന്ന നിലയിലാണ് നഗരസഭ പഴയ ബസ് സ്റ്റാൻഡ്. അത് എത്രയും വേഗം അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അപകടങ്ങളിലും പ്രതിസന്ധികളിലും കുന്നംകുളം ജനതയ്ക്ക് അതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ ഭരിക്കുന്നവർ എത്രയും വേഗം ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ന്യൂസ് ഫാക്ട് കുന്നംകുളം.